നമുക്കൊരു മുസീബത്ത് ഉണ്ടാവും. ഇപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കറണ്ട് പോകുമ്പം പെട്ടെന്ന് കറണ്ട് പോകുമ്പോൾ നമുക്കൊരു ബേജാറാണ്. കാരണം നമ്മൾ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കല്ലേ. അപ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു നമ്മൾ. അപ്പോൾ സിസ്റ്റർ ചിലപ്പം ചോദിക്കും ആരെ മരിച്ചതെന്ന്, ആരെപ്പം മരിച്ചതെന്ന് ചോദിക്കും. നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ മരിച്ചാൽ പറയണതാണ്. സഹോദരങ്ങളെ അങ്ങനല്ല, ഒരു മുസീബത്ത് ഉണ്ടാവുമ്പോൾ പറയുന്നതാണ്. വൈദാ അസാബഹു മുസീബത്തുൻ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മുസീബത്ത് ഉണ്ടായാൽ മതി, മരിച്ചൊന്നും വേണ്ട. ഒരു പ്രയാസം നിങ്ങൾ വെച്ചാൽ എന്താ നമ്മൾ പറയണത്? ഞങ്ങൾ ഇന്നാലില്ല, ഞങ്ങൾ പടച്ചോനിൽ നിന്നാണ് വരുന്നത്. വ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ പടച്ചോനിലേക്കാണ് മടങ്ങുന്നത്. അതിനേക്കാൾ വലിയ ഓർമ്മപ്പെടുത്തൽ എന്താണ് അല്ലേ? ഒരു ചെറിയ പ്രയാസം വരുമ്പോൾ എന്താണ്, ഈ പ്രയാസം ഒന്നും ഒരു പ്രയാസമല്ലാന്ന്. കാരണം എന്തെന്നെ വന്നാലും നമ്മൾ പടച്ചോൻ്റെ അടുത്തേക്കാണ് മടക്കപ്പെടുക. അത് നമ്മളെപ്പോഴും ഓർമ്മിക്കേണ്ട ഒരു പോയിന്റാണത്. ഇതൊരു യാത്രയാണ്. ഈ യാത്ര റബ്ബിലേക്കാണ് പോണത്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ലക്ഷ്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ വലിയൊരു ദുരന്തം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ മറ്റു ചില കാര്യങ്ങൾ ജീവിതത്തിൻ്റെ ലക്ഷ്യമായി മനസ്സിലാക്കുന്നുള്ളതാണ്. പടച്ചോൻ പഠിപ്പിച്ച ലക്ഷ്യം നമ്മളെ, അതാ ഞാൻ പറഞ്ഞ റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ. ആ പറഞ്ഞ വാക്കൊക്കെ നോക്കി എത്ര ചേർത്തിട്ടാണ്. മനുഷ്യനെ സൃഷ്ടിച്ചു, ഖുർആൻ പഠിപ്പിച്ചു എന്നാ പറഞ്ഞത്. എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ച് ഖുർആൻ പഠിപ്പിച്ചത്? എന്തിനാണ്? ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കി തരാനാണ്. അത് കൃത്യമായിട്ട് നമ്മളെ പടച്ചോൻ നമുക്ക് എന്തിനാണ് പടച്ചത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലുള്ള ദുരന്തം എന്താണ്? നമ്മൾ മറ്റു പലതിനെയും ലക്ഷ്യമായി കാണും അല്ലേ? ഇപ്പം എന്താണ്, ഒരു ജോലി വേണം, അപ്പോൾ ജോലി കിട്ടിയിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. കാരണം ഭയങ്കര സങ്കടവും. ഒരു ജോലി കിട്ടിയാലോ നല്ലൊരു വീട് വെക്കണം അല്ലേ, കുട്ടികളെ നന്നായി പഠിപ്പിക്കണം, കുട്ടികൾ പഠിക്കണം അല്ലേ. ഞാൻ ഈ മണലാരണ്യത്തിൽ കഷ്ടപ്പെടുന്നത് എന്തിനാണ്? നല്ലൊരു വീട് വെക്കാനാണ്, എൻ്റെ മക്കളെ പഠിപ്പിക്കാനാണ്. പക്ഷെ മക്കൾ തലതിരിഞ്ഞു പോയി, സങ്കടമായി, ദുഃഖമായി അല്ലേ. പടച്ചോനെ, ഞാൻ എത്ര നിസ്കരിച്ച്, എത്ര ദ്വേർന്ന്, എത്ര നോമ്പോറ്റു, ഞാൻ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ മക്കൾ തലതിരിഞ്ഞു പോയല്ലോ പടച്ചോനെ എന്ന് സങ്കടപ്പെടുന്നവരുണ്ടല്ലേ. നമ്മൾ ജീവിതത്തിലെ ഈ ഭൗതികമായ ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളെ ജീവിതത്തിൻ്റെ ലക്ഷ്യമായി മനസ്സിലാക്കുകയും അതിനുവേണ്ടി ചോരനീരാക്കി പണിയെടുക്കുകയും ചെയ്യുമ്പം ആ ലക്ഷ്യം പൂർത്തീകരിക്കാതെ വരുമ്പോൾ എന്താ അറിയോ, നമ്മൾ തകർന്നു പോകും. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്നത് അതിൻ്റെ കപ്പുറത്ത് അള്ളാഹു നിശ്ചയിച്ച് അള്ളാഹു മനസ്സിലാക്കി തന്ന ഒരു ലക്ഷ്യമുണ്ട്. എന്താണ്? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂനി. സൂറത്തു ദാരിയാത്തിലെ ആയത്താണ്. എന്താണ്? ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും ഞാൻ സൃഷ്ടിച്ചത് എന്തിനാണ്? എന്നെ മാത്രം ആരാധിക്കാനാണ്. അപ്പം ആരാധന എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രത്യക്ഷവും പരോക്ഷവുമായ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വാക്കുകൾക്കും പ്രവർത്തികൾക്കുമാണ് എന്ത് പറയാ? ആരാധന എന്ന് പറയാം. പടച്ചോന് തൃപ്തിപ്പെട്ട വാക്കും പ്രവൃത്തിയും, അത് പ്രത്യക്ഷമാകാം പരോക്ഷമാകാം, അതിനാണ് ഇബാദത്ത് എന്ന് പറയാം. അതുകൊണ്ട് ഈ ജീവിതം മുഴുവൻ നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റും? നമുക്ക് ഈ സൽക്കർമ്മങ്ങൾ കൊണ്ട് നിറച്ച് അള്ളാഹുവിനെ വഴിപ്പെട്ട് അത്തീഉല്ലാഹ വ അത്തീഉർ റസൂല. അപ്പോഴാണ് സത്യത്തിൽ നമ്മൾ സന്തോഷിക്കേണ്ടത്. ഇന്ന് ഞാൻ അസർ നമസ്കരിച്ചു, ഇന്ന് ഞാൻ മഗ്രിബ് നമസ്കരിച്ചു, കുറച്ചും കൂടിയൊക്കെ ശ്രദ്ധയോടെ നിസ്കരിച്ചിട്ടുണ്ട് അല്ലേ. ഫാത്തിഹ ഓതുമ്പോൾ ഞാൻ നന്നായിട്ട് അർത്ഥം അറിഞ്ഞ് ചിന്തിച്ച് നല്ല പരമാവധി ഖുശൂഓടുകൂടിയാണ് ഞാൻ നമസ്കരിച്ചത് എന്ന് നമുക്ക് ആശ്വസിക്കാൻ പറ്റുമെങ്കിൽ അത് വലിയൊരു സന്തോഷമാണ്.